ടെക്ഹാക്വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്ലൈഡിംഗ് ഡോർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കിണർ വാലിൽ സൈഡിലേക്ക് തുറക്കുന്ന ഒരു ഇതാ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലൈഡിംഗ് ആയിട്ടുള്ളൊരു ഡോറാണ്. അപ്പോൾ അതിനോട് നമ്മൾ ആദ്യം തന്നെ 1 ഇഞ്ചിൻ്റെ ആംഗ്ലർ അല്ലെങ്കിൽ MS ആംഗിൾ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഒരു കട്ടിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോറിൻ്റെ അകംഭാഗം വരുന്നത് നമുക്ക് 30 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്ലൈഡ് ഡോറ് താഴേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1.25 ഇഞ്ച് നമ്മൾ കൂട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ സ്മൂത്തായിട്ട് ഇങ്ങനെ മൂവ് ആവാനും പറ്റും, അതുപോലെ തന്നെ താഴേക്ക് ഇറങ്ങിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അളവും കൂടിയാണ്. അപ്പോൾ ആ ഒരു അളവ് വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഡോറിൻ്റെ ഫ്രെയിമിൻ്റെ അളവ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് കോണൊക്കെ നോക്കി കറക്റ്റ് സ്ക്വയറാക്കിയിട്ട് തന്നെ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൽ നെറ്റ് വെച്ച് ഫിക്സ് ചെയ്തതിന് ശേഷം സ്ലൈഡിങ്ങിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ളത് തന്നെ എനേബിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫോണിങ്ങനെ ടാപ്പ് വെച്ചിട്ട് പിടിച്ചിട്ട് അതിൻ്റെ ഫൈനൽ അളവാക്കുക. എന്നാലും നമ്മളിതൊന്ന് ട്രൈ സ്കോർ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിട്ടിട്ട് ഇതൊന്ന് കോണ് നോക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ കോങ്കത്ത് തീർക്കാൻ വേണ്ടി പോയി ഈ ഒരു മൂല അളക്കുന്ന സമയത്ത് 111 സെൻറ്റിമീറ്റർ വരുന്നത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് അളക്കുന്ന സമയത്ത് 111.3 സെൻറ്റിമീറ്റർ ഉള്ളത്. അപ്പോൾ ആ ഒരു 3 mm ഒരു ഡിഫറൻസ് ഈ ഭാഗം മുട്ടിയിട്ട് ലെവലാക്കണം. 111.2 ഫ്രെയിം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്തായിട്ട് മെഷ് വെക്കാൻ വേണ്ടി പോയി. മെഷ് വെച്ചിട്ട് ഇതിൻ്റെ ലൈനൊന്ന് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ കാണുന്ന ലൈന് കറക്റ്റായിട്ട് മാച്ചാക്കി വെച്ചിട്ട് ലൈൻ ഒപ്പിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഒറ്റ ഇത് അടഞ്ഞു നിൽക്കുന്ന സമയത്ത് സ്ട്രൈറ്റ് ലൈനിൽ കിട്ടും. ഇപ്പോൾ ഡോറിൻ്റെ മെഷ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനടുത്തായിട്ട് എല്ലാത്തിനും ഓരോ ടാക്ക് കൊടുത്തിട്ട് അവിടെ പിടിപ്പിക്കാൻ വേണ്ടി പോയത്. ഈ ഒരു ഭാഗത്ത് ചെയ്ത് നേരെ ഓപ്പോസിറ്റ് മറച്ച് വെച്ചിട്ടും അതുപോലെ തന്നെ സ്ട്രോങ്ങിൽ ടാക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഡോറിൻ്റെ ലെങ്ത്ത് വരുന്ന ഇത്രയാണ്. അപ്പോൾ അതിൻ്റെ ഡബിളായിട്ടുള്ള 1.25 ഇഞ്ചിൻ്റെ MS ആംഗിൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിനെ അപ്പുറത്തെ ഭാഗത്തായിട്ട് ഘടിപ്പിച്ചിട്ടാണ് ഇതിൻ്റെ സ്ലൈഡിങ്ങിൻ്റെ ഭാഗങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് തിരിച്ചു വെച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് തിരിച്ചു വെച്ചിട്ട് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഈ ഒരു ഭാഗത്തെ ആംഗിളാണ് ആദ്യം തന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് താഴത്തെ ആംഗിളിലെ മുകളിലേക്ക് സ്ട്രോങ് ആയിട്ട് വെൽഡ് ചെയ്ത് ഫിറ്റ് ചെയ്ത് നോക്കും. അതിന് ശേഷം നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡോറിൻ്റെ ഫ്രീ പ്ലേ കൂടി വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു ഭാഗത്തെ ആംഗിൾ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ഇപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്ത് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഒരു 4 ഇഞ്ച് പ്ലേ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ഗ്യാപ്പിലേക്കായിട്ട് 4 ഇഞ്ച് പ്ലേ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് പോയി കിട്ടും. അപ്പോൾ അതങ്ങനെ വെച്ചിട്ടാണ് അടുത്ത് വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിന് ഒരു സ്റ്റോപ്പറും വെക്കണം. അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ഹാൻഡിലും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. അപ്പോൾ അതുകൂടി പിടിപ്പിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഹാൻഡിൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ചെരിവ് ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ ബാക്കോട്ടേക്ക് ഇത് വലിച്ചെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഭാഗത്ത് പോയിട്ട് കൈ ജാമായിട്ട് കൈൻ്റെ ഒരു ബാക്ക് ഒരയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ചരിവ് നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിൽ നിന്ന് കുറച്ചൊന്ന് ചരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ടോപ്പർ കംപ്ലീറ്റ് പ്രൈമർ അടിച്ചതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ അകംഭാഗത്ത് നമ്മൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാണുന്നില്ല, ആ ഒരു ഭാഗത്തേക്കുള്ള ബ്രഷ് ഇടാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് കംപ്ലീറ്റ് പെയിൻ്റ് അടിച്ചതിന് ശേഷം ചെയ്യൽ. അപ്പോൾ ഏതായാലും ബാക്കി ഔട്ട് റോൾ കാണാം. അപ്പോൾ നമ്മൾ ക്ലൈനറിൻ്റെ സ്ലൈഡിങ് ഡോർ സ്മൂത്തായിട്ട് വർക്ക് ആവുന്നുണ്ട്, കാണുന്നില്ലേ. അപ്പോൾ ഏതായാലും വീഡിയോയുടെ അവസാനിപ്പിക്കാമെന്ന്. പുതിയ വിഷയമായി വീണ്ടും കാണാം. ബൈ.